നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻസ് ഓഫ് സൂപ്പർ കണ്ടക്ടേഴ്സ് ആണ്. ഫസ്റ്റ് ആപ്ലിക്കേഷനായിട്ട് നമ്മൾ പറയുന്നത് സൂപ്പർ കണ്ടക്റ്റിംഗ് മാഗ്നറ്റ് ആണ്. എപ്പോഴാണ് മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നത്? ഒരു കോയിലിനകത്തൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോഴാണ് മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നത്. സപ്പോസ് ഈ കോയിലിനെ നമ്മളൊരു സൂപ്പർ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ വെച്ച് റീപ്ലേസ് ചെയ്തു എന്ന് വിചാരിക്കുക. അതായത് സൂപ്പർ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ വെച്ചുള്ള കോയിലാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഉള്ള പ്രത്യേകത എന്താ? സൂപ്പർ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ വെച്ചുള്ള കോയിലാണെങ്കിൽ ലാർജ് മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. നോർമൽ ഒരു മെറ്റീരിയൽ വെച്ചുള്ള കോയിലിനേക്കാളും ലാർജ് മാഗ്നറ്റിക് ഫീൽഡ് ആര് ജനറേറ്റ് ചെയ്യും? സൂപ്പർ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ വെച്ചുള്ള കോയിൽ ജനറേറ്റ് ചെയ്യും. അതുമാത്രമല്ല, കൺവെൻഷണൽ ഇലക്ട്രോമാഗ്നറ്റിൻ്റെ പ്രത്യേകത എന്താണ്? കൺവെൻഷണൽ ഇലക്ട്രോമാഗ്നറ്റിനകത്ത് ജൂൾ ഹീറ്റിംഗ് ഉണ്ട്. അവിടെ റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് തന്നെ ജൂൾ ഹീറ്റിംഗ് ഉണ്ട്. അതൊരു വലിയ പ്രോബ്ലമാണ്. സൂപ്പർ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ ആണെങ്കിൽ എന്താ വ്യത്യാസം? അവിടെ റെസിസ്റ്റൻസ് ഇല്ല. അപ്പോൾ എന്തു പറ്റും? കറണ്ട് ഫ്ലോ ചെയ്യുമ്പം റെസിസ്റ്റീവ് ലോസ് ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ ജൂൾ ഹീറ്റിംഗ് ഉണ്ടാവുന്നില്ല. സോ കൺവെൻഷണൽ ഹൈ ഫീൽഡ് ഇലക്ട്രോമാഗ്നറ്റിനെ വെച്ച് നോക്കുമ്പം സൂപ്പർ കണ്ടക്റ്റിംഗ് മാഗ്നറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, സൂപ്പർ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യുമ്പം റെസിസ്റ്റീവ് ലോസ് ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ ജൂൾ ഹീറ്റിംഗ് നടക്കുന്നില്ല. അപ്പോൾ ഇതിന് യൂസ് ചെയ്യുന്ന സൂപ്പർ കണ്ടക്ടേഴ്സിൻ്റെ പ്രത്യേകത എന്താ? ഹൈ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ പറഞ്ഞു ഒരു പർട്ടിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിന് അപ്പുറം അപ്ലൈ ചെയ്താൽ സൂപ്പർ കണ്ടക്ടിവിറ്റി ഡിസ്ട്രോയ് ആവുമെന്ന് പറഞ്ഞു. സോ ആ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് ഹൈ ആയിട്ടുള്ള സൂപ്പർ കണ്ടക്ടേഴ്സാണ് നമ്മൾ ഇങ്ങനത്തെ ആപ്ലിക്കേഷന് യൂസ് ചെയ്യുന്നത്. ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് ഹൈ ആയിട്ടുള്ള സൂപ്പർ കണ്ടക്ടേഴ്സാണ് നമ്മൾ ഇങ്ങനത്തെ സൂപ്പർ കണ്ടക്റ്റിംഗ് മാഗ്നറ്റ് എന്നുള്ള ആപ്ലിക്കേഷൻസിന് യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ യൂസ് ചെയ്യുന്നത് ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സ് ആണ്. അതായത് നിയോബിയം, ടൈറ്റാനിയം, അതുപോലെ നിയോബിയം ടിൻ കോമ്പൗണ്ട്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സ് ആണ് സൂപ്പർ കണ്ടക്റ്റിംഗ് മാഗ്നറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. നിയോബിയം, ടൈറ്റാനിയം അല്ലെങ്കിൽ നിയോബിയം ടിൻ കോമ്പൗണ്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. സൂപ്പർ കണ്ടക്റ്റിംഗ് മാഗ്നറ്റിൻ്റെ ആപ്ലിക്കേഷനാണ് NMR, അതുപോലെ മെഡിക്കൽ ഡയഗ്നോസ്റ്റിക്സ്, അതിൻ്റെ സ്പെക്ട്രോസ്കോപ്പി, മാഗ്നറ്റിക് ലേവിയേഷൻ, ഇതിനൊക്കെ നമ്മൾ സൂപ്പർ കണ്ടക്റ്റിംഗ് മാഗ്നറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. സൂപ്പർ കണ്ടക്റ്റിംഗ് മാഗ്നറ്റിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് NMR, മെഡിക്കൽ ഡയഗ്നോസ്റ്റിക്സ്, സ്പെക്ട്രോസ്കോപ്പി, മാഗ്നറ്റിക് ലേവിയേഷൻ, ഇതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ജോസഫ്സൺ എഫക്റ്റ് ആണ്. എന്താണ് ജോസഫ്സൺ എഫക്റ്റ് എന്ന് നോക്കാം. നമ്മൾ 2 സൂപ്പർ കണ്ടക്ടേഴ്സ് എടുക്കുക. ഈ സൂപ്പർ കണ്ടക്ടേഴ്സിനിടയ്ക്ക് ഒരു ഇൻസുലേറ്റർ പ്ലേസ് ചെയ്യാം. ഇപ്പോൾ ഓക്സൈഡ് പോലെയുള്ള ഒരു ഇൻസുലേറ്റർ ലെയർ പ്ലേസ് ചെയ്യാം. സോ 2 സൂപ്പർ കണ്ടക്ടേഴ്സിനിടയ്ക്ക് ഒരു ഇൻസുലേറ്റർ അല്ലെങ്കിൽ ഒരു ഓക്സൈഡ് ലെയർ സാൻഡ്വിച്ച് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതിലേക്ക് ഒരു DC വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുക. സോ 2 സൂപ്പർ കണ്ടക്ടേഴ്സ് എടുത്തിട്ട് ഈ സൂപ്പർ കണ്ടക്ടേഴ്സിനിടയ്ക്ക് ഒരു ഓക്സൈഡ് ലെയർ അല്ലെങ്കിൽ ഇൻസുലേറ്റർ ലെയർ വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു DC വോൾട്ടേജ് അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താ പറ്റുക? ഇതിനകത്തൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ഈ കറണ്ട് ഫ്ലോ ചെയ്യുന്നതിന് AC കമ്പോണൻറ്റും കാണും, DC കമ്പോണൻറ്റ് കാണും. അപ്പം അപ്ലൈഡ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ, അതായത് നമ്മൾ DC വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ടില്ലേ, ഈ DC വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ AC കമ്പോണൻറ്റ് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. DC വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ AC കമ്പോണൻറ്റ് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. അല്ലാത്തപ്പം DC കമ്പോണൻറ്റ് അവിടെ, ഈ അപ്ലൈഡ് വോൾട്ടേജ് റിമൂവ് ചെയ്താലും DC കമ്പോണൻറ്റ് അവിടെ കാണും. സോ നമ്മൾ പറഞ്ഞത് 2 സൂപ്പർ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ എടുത്ത് അതിൻ്റെ ഇടയ്ക്ക് എന്ത് സാൻഡ്വിച്ച് ചെയ്യുക? ഒരു ഇൻസുലേറ്റർ അല്ലെങ്കിൽ ഒരു ഓക്സൈഡ് ലെയർ സാൻഡ്വിച്ച് ചെയ്യുക. എന്നിട്ട് അതിലേക്കൊരു DC വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓക്സൈഡ് ലെയറിൽ കൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും, അല്ലെങ്കിൽ ഡിവൈസിൽ കൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ആ കറണ്ടിന് AC കമ്പോണൻറ്റും കാണും, DC കമ്പോണൻറ്റും കാണും. നമ്മൾ കൊടുത്തേക്കുന്ന DC സപ്ലൈ V ഉള്ളപ്പോൾ മാത്രമേ ഉള്ളൂ എന്ത് കാണത്തുള്ളൂ? AC കമ്പോണൻറ്റ് കാണത്തുള്ളൂ. നമ്മൾ കൊടുത്തേക്കുന്ന DC സപ്ലൈ V റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ DC കമ്പോണൻറ്റ് പെർസിസ്റ്റ് ചെയ്യുമെന്നാണ് ജോസഫ്സൺ എഫക്റ്റ് പറയുന്നത്. ഈ ജോസഫ്സൺ എഫക്റ്റിൻ്റെ ഇതുകൊണ്ട് വർക്ക് ചെയ്യുന്നൊരു ഡിവൈസാണ് സ്ക്വിഡ് എന്ന് പറയുന്നത്. എന്താ ഈ സ്ക്വിഡ്? സൂപ്പർ കണ്ടക്റ്റിംഗ് ക്വാണ്ടം ഇൻ്റർഫേസ് ഡിവൈസ് ആണ്. സൂപ്പർ കണ്ടക്റ്റിംഗ് ക്വാണ്ടം ഇൻ്റർഫേസ് ഡിവൈസ് ആണ് സ്ക്വിഡ് എന്ന് പറയുന്നത്. ബേസിക്കലി സ്ക്വിഡ് എന്താണ്? ഒരു മാഗ്നറ്റോമീറ്റർ ആണ്. സ്ക്വിഡ് എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റോമീറ്റർ ആണ്. ഈ മാഗ്നറ്റോമീറ്ററിൻ്റെ പ്രത്യേകത എന്താണ്? ജോസഫ്സൺ ഫംഗ്ഷൻ വെച്ച് വർക്ക് ചെയ്യുന്ന, ജോസഫ്സൺ ജംഗ്ഷൻ വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു മാഗ്നറ്റോമീറ്റർ ആണ് സ്ക്വിഡ് എന്ന് പറയുന്നത്. എന്തിനാണ് സ്ക്വിഡ് യൂസ് ചെയ്യുന്നത്? സ്ക്വിഡ് യൂസ് ചെയ്യുന്നത്
മാഗ്നറ്റിക് ഫ്ലക്സിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ ചേഞ്ച് പോലും അതുപോലും ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മാഗ്നറ്റോമീറ്റർ ആണ് സ്ക്വിഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സൂപ്പർ കണ്ടക്റ്റിംഗ് മെറ്റീരിയലിൻ്റെ വേറൊരു ആപ്ലിക്കേഷൻ നോക്കാം. അതാണ് മാഗ്ലെവ്. എന്താ ഈ മാഗ്ലെവ്? മാഗ്ലെവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്ലെവ് ട്രെയിൻസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ അത് ട്രെയിൻ അതിൻ്റെ ട്രാക്കിൽ കൂടിയല്ലേ സഞ്ചരിക്കുന്നത്. മാഗ്ലെവ് ട്രെയിൻസ് മാഗ്നറ്റ് വെച്ചിട്ടുള്ള ട്രെയിനാണ്. ഇത് മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്നാണ് പറയുന്നത്. അത് ദ വെഹിക്കിൾ ഈസ് ലെവിറ്റേറ്റഡ് ഫ്രം ദ ഗൈഡ് വേ എന്ന് വെച്ചാൽ നമ്മുടെ ട്രെയിന് യൂഷ്വലി ട്രാക്കിൽ കൂടെ പോകുന്ന ട്രെയിൻ ഇമാജിൻ ചെയ്യുക. അവിടെ നമ്മൾ മാഗ്നറ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്ത് പറ്റും? ഈ മാഗ്നറ്റിൻ്റെ അട്രാക്ഷനും റിപ്പൽഷനും കാരണം ട്രെയിൻ റൺ ചെയ്യും. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ട്രെയിൻ എന്ന് പറയുന്നത് ട്രാക്കെ മുട്ടിയിട്ടുണ്ടാവില്ല. ട്രാക്കെ നിന്നിട്ട് ഉയർന്നായിരിക്കും നിൽക്കുന്നത്. അതുകൊണ്ടുള്ള ഗുണം എന്താണ്? ഫ്രിക്ഷൻ കാരണമുള്ള ലോസസ് അവിടെ ഒഴിവാകും. സോ ട്രെയിനിന് വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ സാധിക്കും. അപ്പം ട്രാക്കിൽ നിന്ന് ഉയർന്ന് നിൽക്കുന്ന ട്രെയിൻ, അതാണ് ശരിക്കും മാഗ്ലെവ് എന്ന് പറയുന്നത്. ഇത് മാഗ്നറ്റിസം വെച്ച് വർക്ക് ചെയ്യുന്നതാണ്. അപ്പം സൂപ്പർ കണ്ടക്ടേഴ്സിൻ്റെ വേറൊരു ആപ്ലിക്കേഷനാണ് മാഗ്ലെവ് വെഹിക്കിൾ അല്ല മാഗ്ലെവ് ട്രെയിൻസ് ഒക്കെ. ഇനി മറ്റ് ആപ്ലിക്കേഷൻസ് നോക്കിയാൽ നമ്മൾ ഇലക്ട്രിക് ജനറേറ്റേഴ്സ് സൂപ്പർ കണ്ടക്ടേഴ്സ് വെച്ചാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അവരുടെ സൈസ് ഒരുപാട് കുറയ്ക്കാൻ പറ്റും. കൺവെൻഷണൽ ഇലക്ട്രിക് ജനറേറ്റേഴ്സിനേക്കാളും സൂപ്പർ കണ്ടക്ടേഴ്സ് വെച്ചുള്ള ജനറേറ്റേഴ്സിൻ്റെ സൈസ് കുറവാണ്. മാത്രമല്ല കൂടുതൽ പവർ ജനറേറ്റ് ചെയ്യും. അപ്പോൾ സൂപ്പർ കണ്ടക്ടേഴ്സ് വെച്ച് ജനറേറ്റേഴ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ സൈസ് കുറവാണ്, കൂടുതൽ പവർ ജനറേറ്റ് ചെയ്യും. സൂപ്പർ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽസ് വെച്ചാണ് ട്രാൻസ്മിഷൻ ലൈനെങ്കിൽ ലോസ് ഉണ്ടാവില്ല. അപ്പം നോ ലോസ് ട്രാൻസ്മിഷൻ ലൈനിന് വേണ്ടി സൂപ്പർ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ യൂസ് ചെയ്യാം. ജപ്പാനിൽ യൂസ് ചെയ്യുന്നൊരു ട്രെയിനാണ് മാഗ്ലെവ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു മാഗ്ലെവിനകത്ത് സൂപ്പർ കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി സൂപ്പർ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽസ് കമ്പ്യൂട്ടറുകളിൽ സ്റ്റോറേജ് ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യാം. സൂപ്പർ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ കമ്പ്യൂട്ടറുകളിൽ സ്റ്റോറേജ് ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ സ്വിച്ചിങ് സർക്യൂട്ടിൽ റിലേ ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. സൂപ്പർ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ സ്വിച്ചിങ് സർക്യൂട്ടിൽ റിലേ ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയുമാണ് സൂപ്പർ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽസിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇതോടെ നമ്മൾ സൂപ്പർ കണ്ടക്ടേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. താങ്ക്